അടിപൊളി സ്പെഷ്യൽ വിഭവമാണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മല്ലൂസ് കൈ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു സ്പെഷ്യൽ വിഭവം. എന്താ സ്പെഷ്യൽ എന്താ വെച്ചാല് മലയാളികളുടെ ഇടയ്ക്ക് ഇതുമായിട്ടും എത്താത്തൊരു വിഭവമാണെന്നാണ് എന്റെ ഒരു വിലയിരുത്തല്. അപ്പൊ നമുക്ക് അത് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. ഇന്ന് രാത്രി ഭക്ഷണം നമ്മളത് അതും കുബൂസ് എന്ത് വെച്ചിട്ടാ നോക്കണ്ടേ? ചിക്കനാണ്, ചിക്കനോണ്ടുള്ള പരിപാടിയാണ്. ഫസ്റ്റ് ഞാൻ പൊട്ടറ്റോ വേവിക്കാൻ വെച്ചിട്ടുണ്ട്, അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് വേവിക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഞാൻ അരച്ചൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ട് ആക്കിയിട്ടിരുന്നു. ഓക്കെ, അപ്പൊ അത് വേവിക്കാടെ വെച്ചിട്ടുണ്ട്. ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാന് നമുക്ക് നമ്മൾ തന്നെ ഉണ്ടാക്കാന്. അപ്പൊ അതിനുള്ള ബ്രെഡ് നമ്മൾ ചെറുതായിട്ട് നോക്കിയിട്ടാ എന്നിട്ട് വഴിയെ കാണിച്ചു കൊടുക്കാം എങ്ങനെ ഉണ്ടാക്കുന്നതെന്നല്ല. ചിക്കൻ ഫ്രഷ് മേടിച്ചാണ്, അത് അറിയാതെ ഫ്രീസറിൽ വെച്ച് പോയി. അതുകൊണ്ട് എന്തായി, ഫ്രഷ് ചിക്കൻ മേടിച്ചെടുത്തിട്ട് ഫ്രീസറിൽ വെച്ച് പോയി. അപ്പൊ എന്തായി, ഐസായോ? അതൊരു അബദ്ധം നമ്മൾ പെണ്ണുപിള്ളേത്ത് പറ്റിപ്പോയി. ഇതിന്റെ ലെഗ്സ് മാത്രമേ ഉള്ളൂ, പ്രത്യേകത ലെഗ്സ് ആണ്, ചിക്കന്റെ ലെഗ്സ് മാത്രമേ ഉള്ളൂ. ഞാനിത് അതിന്റെ സ്കിന്ന് ഓരോന്ന് കളഞ്ഞിട്ട് വേവിക്കാൻ വെക്കണം. നല്ലവണ്ണം വേവിച്ചിട്ട് വേണം ഇതിന്റെ പരിപാടി നമ്മൾ തുടങ്ങുന്നത്. അപ്പൊ ഞാൻ നമ്മളതിന്റെ ഐസൊക്കെ പോയിട്ടുണ്ട്, കുറച്ചേരം വെള്ളത്തിലിട്ട് വെച്ചിട്ട് മാറി ഫ്രീസറിൽ വെച്ചു. അത് വലിയൊരു ചെയ്തു തരാം. പൊട്ടത്തറ നിങ്ങൾ മനസ്സിലാക്കും. ഞാൻ ആദ്യം പറഞ്ഞല്ലേ, എവിടെ വെച്ച് കഴിഞ്ഞപ്പോ അത് ഫ്രീസറിൽ വെച്ച് കേക്ക് കറ്റ പിറ്റന്നാളാ ചോദിച്ചത് മാത്രം. അപ്പൊ എന്താ ഈ ഐസായ? പിന്നെ ഫ്രഷ് മേടിച്ചിട്ട് ഫ്രോസനാക്കി നമ്മൾ കഴിക്കുള്ളൂ അല്ലേ? ഫ്രഷ് മേടിച്ചിട്ട് ഫ്രോസനാക്കി കഴിക്കും. അതാണ് നമ്മളെ എന്റെ ഉമ്മിയെ. ബ്രെഡ് ഫുള്ള് ഇതാക്കിയില്ലേ, നമുക്കൊരു ചെറിയ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കണം. കേരളക്കാർക്ക് വേണ്ടിട്ട് സ്പെഷ്യൽ വിഭവമാണ്. എല്ലാവരും ഇതുവരെ ഉണ്ടാക്കി കണ്ടിട്ടില്ല. ഇതുവരെ ഞാനിത് പുറത്ത് പോയ സമയത്ത് ഒരു പ്രാവശ്യം കഴിച്ച ഒരു ഡിഷാണ്. അപ്പൊ ഞാൻ അതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ അവിടുന്ന് അന്വേഷിച്ചതാണ്, എന്താണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ. അപ്പൊ ഞാൻ അതിന് വൈഫിന് പറഞ്ഞു കൊടുത്ത്, അങ്ങനെയാണ് വൈഫ് അത് ഞാൻ ഉണ്ടാക്കും എന്നുള്ളൊരു വാശി എടുത്തിട്ടൊന്ന് ഉണ്ടാക്കാൻ പോവാണ്. ഇഞ്ചി വെളുത്തുള്ളി ചിക്കൻ വേവിക്കണ്ട, അപ്പൊ അത് ഇട്ട് വെക്കാൻ വേണ്ടി നമ്മള് ബ്രെഡ് എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിട്ട് ഇതാ പാന് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് നമ്മള് ബ്രെഡ് പൊടിച്ചത് അതിലേക്ക് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. ഇഞ്ചിയും കൂടെ ഈ ഇഞ്ചി വെളുത്തുള്ളി കൂടെ നമുക്ക് ആ ചിക്കൻ വേവിക്കണ വെള്ളത്തിലിട്ടിട്ട് തിളപ്പിക്കാനാണ്. ആ വെള്ളത്തിലേക്കാണ് ഇത് ഇടേണ്ടത്. അപ്പൊ അതിന്റെ ഒരു സ്മെല്ലും ആ ഒരു ഫ്ലേവർ നമുക്ക് വേറെ തന്നെ ഒന്ന് അനുഭവിക്കാം. കാരണം ഇത് അതിലിട്ട വെള്ളമൊക്കെ അതിന്റെ ചിക്കനിക്ക് ഇറങ്ങുമല്ലോ. ഞാനിതാ ഒരു വലിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു 5-6 അല്ലി വെളുത്തുള്ളി ഇട്ടിട്ട് അത് അടുമുറിച്ചതാണ്. വലിയ ഗുണ്ടുമണി വെളുത്തുള്ളി. നമുക്ക് എരിവും പുളിയൊന്നും ഇല്ലാതെ പറ്റൂല. അപ്പൊ ഇക്ക പറഞ്ഞതിന് ശരിക്കും എരിവൊന്നുമില്ല. അപ്പൊ ഞാനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം എന്താ പറയുക, എരിവും പുളിയില്ലാതെ നമ്മളിങ്ങനെ കഴിക്കുക. പിന്നെ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് അതവിടെ കിടന്ന് ഇങ്ങനെ വെന്തോട്ടെ. അതാ കുറച്ച് ഉപ്പും കൂടെ ഒരു 1.5 ടീസ്പൂണ് ഉപ്പും കൂടെ അതിൽ ഇട്ടിട്ട് കുറച്ചേരും കൂടി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലപോലെ ഒരു ക്രിസ്മസ് വരും. നല്ല രസം കാണാൻ നല്ല നമുക്ക് ഉണ്ടാക്കാം. കടയിൽ നിന്ന് പ്രിഫറൻസ് മേടിക്കണ്ട, ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കാം. നോമ്പൊക്കെയാണ് വരാൻ പോണത്. ഇങ്ങനെ സ്റ്റോർ ആക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട്ലറ്റിനും എല്ലാത്തിനും ഉപയോഗിക്കാം. ഷവർമ എല്ലാത്തിനും ഈ ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്യുന്നതിനൊക്കെ നമ്മള് ചിക്കന് ഇഞ്ചി വെളുത്തുള്ളി ബ്ലാക്ക് പെപ്പർ എല്ലാം ഇട്ടിട്ടാ നമ്മളിത് വരുന്നത് ലെവലാക്കി വരുന്നുണ്ട്. തിളക്കുന്നേ ഉള്ളൂ. കണ്ടിട്ട് ഭംഗിയില്ലാന്ന് പറയരുത് കേട്ടാ. നല്ല വേവണം. ഇപ്പൊ ആ പാത്രത്തിൽ വെച്ചിട്ട് നമുക്ക് രാത്രി ഭക്ഷണം കഴിക്കണ്ടേ. അപ്പൊ ഞാനത് പൊട്ടറ്റോ കുക്കർക്ക് പൊട്ടറ്റോ വേവിച്ചാണ് മാറ്റി വെച്ചിട്ട്
തുടങ്ങിയിട്ടുണ്ട്. കിടക്കിടക്കിട ശബ്ദം കേൾക്കുന്നുണ്ട്. അധികം വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ കളർ നല്ലപോലെ മാറും. അതിന് പ്ലേറ്റിലേക്ക് മാറ്റാം. പൊട്ടറ്റോ ഇതാ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇതാ വെന്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ തൊലി കളയാൻ ഞാന് ഓരോന്ന് ചൂടാറാൻ വേണ്ടിട്ടേ തൊലി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. 5-6 വിസിലാക്കിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വെന്തിട്ട് നല്ല വെന്തിട്ടുണ്ട്. നമുക്ക് ആ തൊലി കളയുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ട്. അപ്പൊ നമ്മളെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ചൂടാറിട്ടുണ്ടെങ്കിൽ കൈയോട് ശരിക്കും ഉടച്ചെടുക്കാൻ പറ്റും. ഇതാ നമ്മളെ പൊട്ടറ്റോ ചൂടാറിയിട്ടുണ്ട്. അപ്പൊ ഞാൻ നല്ല വെണ്ണത് ഉടച്ചെടുക്കാണ്. ആ ചിക്കൻ വന്നിട്ട് അതിന്റെ ഇതൊക്കെ ചിക്കന്റെ ഫ്ലേവർ ഇഞ്ചിയൊക്കെ നല്ല വന്നിട്ടുണ്ട്. ഒരു വെറൈറ്റി വിദേശ രാജ്യത്ത് ജനങ്ങളെ കച്ചുകൊണ്ടിരിക്കുന്നത് കേരള പേര് മറന്നുപോയല്ലോ. അത് നമ്മുടെ നാട്ടിൽ മലയാളി രീതിയിൽ നമ്മൾ എരുമുഴയൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ ജനങ്ങളെ കാണിക്കാൻ വേണ്ടിട്ട് വെറൈറ്റി ചിക്കൻ നമ്മളിട്ട് എടുത്തിട്ട് വെറൈറ്റി ഇത് കളയാൻ പാടില്ല. ഇത് നമ്മളെ മെയിൻ ഫേവറേറ്റ് സാധനമാണ്. ഇതിലൊരു പാത്രം കൊണ്ട് ഒരു പാത്രം തരും. ഇതിവിടെ ഒരു പാത്രം വെച്ചിട്ട് ഇതിലിങ്ങനെ സ്റ്റോക്ക് ചെയ്ത് നമ്മൾ നല്ല ഫ്രഷ് ചിക്കൻ, ചെറിയ കാലോക്കിട്ട് ചെറിയ കോഴിക്കുട്ടിയുടെ കാലാണ്. ഇതിങ്ങനെ ചെറുതാക്കി നമ്മളുണ്ടല്ലോ. പിന്നെ ഈ സാധനം ചിക്കൻ നമ്മൾ പുഴുങ്ങിയെടുത്തത് ചെറുതാക്കിയിട്ട് നമ്മളിങ്ങനെ അരിഞ്ഞിട്ട് ഇങ്ങനെ ചെറുതാക്കി ഷവർമ്മക്ക് ചെത്തില്ല കുരുന്നമായി ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞിട്ട് നമുക്ക് ഇതിൽ പാത്രത്തേക്ക് കൂട്ടാൻ മതി. അപ്പൊ നമുക്ക് ഇതിക്ക് ആവശ്യമുള്ള സാധനങ്ങള് ഇത് ഞാൻ ഓൾറെഡി ഞാൻ ഉരുളക്കിഴങ്ങ് ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ ചിക്കനക്ക് ഉപ്പിട്ട് വേവിച്ചിട്ടുണ്ട്. പക്ഷെ ഇനി ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇടാൻ വിചാരിച്ചിട്ട് ഇതാ കുറച്ച് ഉപ്പെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചിക്കൻ മസാല, കുറച്ച് ചിക്കൻ മസാല ഒരു നമുക്ക് ആവശ്യത്തിന് എടുക്കുക. ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരാം എത്രത്തില്ല. ഞാൻ കുറച്ചുകൂടെ കാണാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചതാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി, നമുക്ക് സ്പൈസിക്ക് വേണ്ടിയിട്ട് ഇട്ടാം. കുറച്ച് കാശ്മീരി മുളക് പൊടി, കുരുമുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി ഉണ്ട്, ഒറിഗാനോ, പിന്നെ ഇതാ നമ്മുടെ ചീസ് അത് കൊടുത്ത് വെച്ചിട്ടുണ്ട്. ബ്രെഡ് ക്രംസ് ഓൾറെഡി നമ്മൾ ഉണ്ടാക്കി വെച്ച ബ്രെഡ് ക്രംസ്, കോഴിമുട്ട, പിന്നെ ഞാൻ എടുത്തത് നമ്മളെ ബ്രോസ്റ്റഡ് ചിക്കന്റെ പൗഡറാണ്. ഇനി നിങ്ങൾക്ക് അതില്ലാന്നുണ്ടെങ്കിൽ നമ്മളെ എന്താ പറയാ കോൺഫ്ലവർ കൂടെ എടുത്താൽ മതി. ഇത് നമ്മളെ എരിവിനനുസരിച്ച് നമുക്ക് വേണ്ടിയിട്ട് ഒന്ന് സ്പൈസി ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഈ മസാലകളൊക്കെ ഇവിടെ എടുത്ത് വെച്ചത്. അപ്പൊ ചിക്കന്റെ കട്ടിങ് കഴിഞ്ഞ് അതിന്റെ കോലുക അവിടെ സ്റ്റിക്ക് ആക്കിയിട്ട് വെച്ചിട്ടുണ്ടാ. നമ്മളെ ചിക്കൻ ഇതാ നമ്മളൊക്കെ റെഡിയാക്കി തന്നിട്ടുണ്ട്. എല്ലൊന്നും കൂടാതെ ഇതിന്റെ ചെറിയൊരു പീസ് മാറ്റിച്ചു. ഇനി ഇതിക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഉടച്ചു വെച്ച പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. ഞാൻ സ്പൈസിക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുത്ത് വെച്ച ഒരു 1/2 ടീസ്പൂണോളം ഉണ്ടാവും. അത് കുരുമുളക് പൊടി അതുകൂടെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയൊക്കെ ഞാൻ കറക്റ്റിന് എടുത്ത് വെച്ചതാണ്. 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഇത് ഇതാ 1 ടീസ്പൂണ് ചിക്കൻ മസാല അതിട്ട് കൊടുക്കാം. ഒറിഗാനോ അതുകൂടെ നമ്മൾ പിസ്സ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇടുന്നതാണ്. അപ്പോൾ ഇതുകൂടെ നമുക്ക് ഇത് ആവശ്യം നമ്മളത് കിട്ടുന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ അതിവിടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇതാ മുളക് പൊടി ഞാൻ എടുത്തു വെച്ചപ്പോൾ കൂടിപ്പോയതാണ്. പക്ഷെ ഇതാ കുറച്ച് ആവശ്യത്തിന് എരിവിൻ്റെ കാര്യം ഞാൻ പറയണ്ട. പക്ഷെ അപ്പം കുറച്ച് മുളക് പൊടി അത് നമ്മളെ എരിവിന് ആവശ്യത്തിനനുസരിച്ച് ഞങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ കുറച്ച് മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ അത് നമ്മളെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ചീസ്. ഇതാ നമ്മുടെ ചീസ്, മോസറല്ല ചീസ് നമ്മൾ മോളിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരു പാക്കറ്റ് ആയിട്ടാണ് വാങ്ങിച്ചതാണ്. ഇതൊക്കെ നമ്മൾ പിസ്സയിൽ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ടാവും. പിസ്സയിലൊക്കെ ഇങ്ങനത്തത് ഇങ്ങനെ സ്ലൈസ് ചെയ്ത പോലത്തെ അത് മോസറല്ല ചീസ് അതുകൂടെ നമ്മൾ ഇതിക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് നോക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ചുകൂടെ ഉപ്പും കൂടെ ഒന്ന് ചേർന്ന് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ആ ബ്രോസ്റ്റഡ് പൗഡർ എടുത്തതെന്ന് വെച്ചാൽ ഇനി നിങ്ങൾക്ക് കോൺഫ്ലവർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതി. ഞാനിവിടെ അതാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ബ്രോസ്റ്റഡ് പൗഡർ അല്ലെങ്കിൽ കോൺഫ്ലവർ വെച്ചിട്ട് നമുക്ക് ഈ ഡിഷ് ഉണ്ടാക്കാൻ പറ്റും. നമ്മള് ചിക്കന്റെ ചിക്കന്റെ കാലുകൾ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മള്
ഡിഷ് വെറൈറ്റി ഡിഷ് ഉണ്ടാക്കാൻ പോണത് അല്ലേ? അതിന്റെ റെസിപ്പി ഇതാ ഓരോന്ന്. ഇതാ നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അയ്യോ അടിപൊളിയല്ല, ഞാൻ ഉണ്ടാക്കിയ അടിപൊളിയാലൊക്കെ ഉണ്ടാക്കിയപ്പോ ചിക്കന്റെ ആ മസാല, നമ്മളെ ചിക്കന്റെ ഒരു കാലെടുക്കുക, നമ്മള് റെഡിയാക്കി വെച്ച മസാല ഇങ്ങനെ വെച്ചിട്ട് അതിങ്ങനെ നല്ലവണ്ണം പ്രസ് ചെയ്ത് കൊടുക്കുക. അയ്യോ അടിപൊളി. അത് കഴിഞ്ഞു ചെയ്തു, സംഭവം കഴിഞ്ഞ്. ലാസ്റ്റ് വൺ ബോളാണിത്. ഇതെല്ലാം ഉണ്ടാക്കി വെച്ചതിന് ശേഷം കുറച്ച് മസാല ബാക്കി വന്നു. അപ്പൊ 2 കട്ട്ലേറ്റ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ഓക്കെ, ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പൊ ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയില് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ചല്ല, അത് നമ്മളെ ചിക്കന് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് മുങ്ങി നിൽക്കാനുള്ള എണ്ണ വേണം. അപ്പൊ ഞാൻ കുറച്ചധികം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ബിസ്മില്ല, ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങാണ്. ഇതാ ഫസ്റ്റ് ഞാന് നമ്മളെ ഫ്രൈഡ് ചിക്കന്റെ പൗഡർ ഉണ്ടല്ലോ, അതിൽ വെച്ചിട്ട് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുകയാണ്. ഇതൊക്കെ ശരിക്കും ആവുമ്പോ തന്നെ പിടിക്കും. കാരണം എന്താ പറയുക, നമ്മള് അതിന്റെ മസാല ഒരു നനവ് ഉണ്ടാവുമല്ലോ, അപ്പൊ ശരിക്കും അതിൽ തന്നെ പിടിക്കും. അതിന് ശേഷം നമുക്ക് ഇതിക്ക് കോഴിമുട്ടയിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മള് ഉണ്ടാക്കി വെച്ച ബ്രെഡ് ക്രംസിനും കൂടെ ഇതൊന്ന് മുക്കിയിട്ടെടുക്കാം. നമുക്കിതൊരു പ്ലേറ്റിക്ക് മാറ്റി വെച്ച് കൊടുക്കാം. ഓൾറെഡി ബ്രെഡ് ക്രംസിലും കോഴിമുട്ടയിലും നമ്മളെ പൗഡറിലും ഒക്കെ മുക്കിയ ചിക്കൻ ഓരോന്നായിട്ട് എണ്ണ നല്ല ചൂടായിരിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വെച്ച് കൊടുക്കുകയാണ്. ഇതാ നമ്മളുണ്ടാക്കിയ സംഭവം. ഞാൻ തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ട്. സോസിൽ മുക്കിയിട്ട്, ടൊമാറ്റോ സോസിൽ മുക്കിയിട്ട് അടിപൊളി, അത് അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടി കഴിക്കട്ടെ, വേറെ കാര്യം. സോസിൽ ഇങ്ങനെ മുക്കുക. ഇതിൻ്റെ അകത്തൊക്കെയാണല്ലോ ശരിക്കും മസാല ഒക്കെ നല്ല അടിപൊളി ടേസ്റ്റ്. കുരുമുളകിൻ്റെയും വെളുത്തുള്ളി ഇഞ്ചിൻ്റെ ഒക്കെ ടേസ്റ്റ് നല്ല അടിപൊളിയായിട്ടുണ്ട്. അടിപൊളിയാ, സൂപ്പറാ. നീ കഥ നിർത്ത കിടക്കാനൊക്കെ കൊണ്ടുപോകുന്നു. ഇവിടെ എന്താ തപ്പിടെ? ഇവിടെ എന്താ ഇവിടെ തപ്പിട്ട് സത്യം പറഞ്ഞോളൂ. എന്താണ് ഞാൻ ഒരു പേപ്പർ നോക്കുന്നത്? ഏനുണ്ട് നമ്മളുണ്ടാക്കിയോണ്ട് പറയില്ല. അടിപൊളിയായില്ലേ? ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ കമന്റുകൾ രേഖപ്പെടുത്താനും മറക്കരുത്. താങ്ക്